ഇൻസ്റ്റഗ്രാമിൽ ഫ്രീ ഫോളോവേഴ്സിനെ വേണോ? മച്ചാന്മാരെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണും. ഞാനൊരു വെബ്സൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ആ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫ്രീ ഫോളോവേഴ്സ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഇഷ്ടം പോലെ കൂട്ടാം. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം നമ്മുടെ ഒറിജിനൽ അക്കൗണ്ടിൽ എന്തെങ്കിലും പ്രോബ്ലം വരുമോ? നമ്മുടെ ഒറിജിനൽ അക്കൗണ്ടിന് ഒരു പ്രോബ്ലം വരത്തില്ല. കാരണം എന്താണെന്നറിയോ? നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് നമ്മൾ എങ്ങും പോലും ലോഗിൻ ചെയ്യുന്നില്ലെന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് 100% സേഫാണ്. അപ്പം നേരെ നമുക്ക് വെബ്സൈറ്റ് ഏതാണെന്ന് പരിചയപ്പെടാം. അതിന് മുമ്പായിട്ട് മച്ചാന്മാരെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കണം മച്ചന്മാരെ, സബ്സ്ക്രൈബും ചെയ്യണേ. കാരണം ഇതേപോലത്തെ വീഡിയോകൾ ഞാൻ ഡെയിലി ഇടാൻ പോവാണ്. ഓക്കെ മച്ചന്മാരെ, ഡയറക്റ്റ് നമുക്ക് വെബ്സൈറ്റിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഫ്രീ ഫോളോവേഴ്സ് കിട്ടുന്ന വെബ്സൈറ്റിലേക്ക് വരാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലല്ല കൊടുത്തേക്കുന്നത്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫ്രീ ഫോളോവേഴ്സിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു പേജിലേക്കായിരിക്കും വരുന്നത്. അപ്പം ഇവിടെ നമുക്ക് കറക്റ്റ് ഫ്രീ ഫോളോവേഴ്സ് കിട്ടുന്ന വെബ്സൈറ്റിലേക്ക് എങ്ങനെ പോകണമെന്ന് വെച്ചാൽ, നിങ്ങൾ ലിങ്ക് കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പേജിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും അൺലോക്ക് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്, അൺലോക്ക് വെബ്സൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റ് അൺലോക്ക് ചെയ്താലേ കറക്റ്റ് ഫ്രീ ഫോളോസ് കിട്ടുന്ന വെബ്സൈറ്റിലേക്ക് കയറി പോവുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് അൺലോക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ഈ മേളത്തെ ഈ ഒരു വീഡിയോ ഉണ്ടോ മച്ചാന്മാരെ, ഈ വീഡിയോ നിങ്ങൾ കണ്ട് പൂർണ്ണമായിട്ടും കാണുക. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഈ വീഡിയോ പ്ലേ ആവും. അതിൽ പറയുന്നുണ്ട് ഈ ഒരു വെബ്സൈറ്റ് എങ്ങനെ അൺലോക്ക് ചെയ്യുക എന്നുള്ളത്. ആ വീഡിയോ കണ്ടിട്ട് വെബ്സൈറ്റ് അൺലോക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് ഫ്രീ ഫോളോസ് കിട്ടുന്ന സൈറ്റിലേക്ക് പോകാവുന്നതാണ്. ഓക്കെ, അപ്പം അങ്ങനെ പോകാവുന്നതാണ്. പിന്നെ അതേപോലെ 1 രൂപയ്ക്ക് 2 രൂപയ്ക്കൊക്കെ ഫ്രീ, അതായത് 1 രൂപയ്ക്ക് 2 രൂപയ്ക്കൊക്കെ പൈസ കൊടുത്ത് അഥവാ ഫോളോസ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാച്ചിനവനകത്ത് ക്ലിക്ക് ചെയ്താൽ ഞാൻ തന്നെ യൂട്യൂബിൽ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, ഈ മലയാളികൾ ഇറക്കിയ ഒരു വെബ്സൈറ്റിൽ നിന്നും ഫോളോസ് വാങ്ങുന്നതിൻ്റെ. അത് കണ്ടുകൊണ്ട് വാങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഫ്രീ ഫോളോസ് കിട്ടുന്ന സൈറ്റ് ഏതാണെന്ന് പരിചയപ്പെടാം. അന്നേരം മച്ചന്മാരെ, ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അവിടെ അൺലോക്ക് വെബ്സൈറ്റ് എന്ന് എഴുതിയേക്കുന്നില്ലേ, അതിൻ്റെ മേളിൽ തന്നെ ആ വീഡിയോ കണ്ടാൽ മതി. ആ വീഡിയോയിലുണ്ട് ആ വെബ്സൈറ്റ് എങ്ങനെയാണ് അൺലോക്ക് ചെയ്ത് ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് വരാമെന്നുള്ള വീഡിയോ അവിടെ ഉണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇതേപോലെ വരാവുന്നതാണ്. അൺലോക്ക് ചെയ്ത് കറക്റ്റ് വെബ്സൈറ്റിലേക്ക് വരാവുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് അതായത് ഫ്രീ ഫോളോസ് കൂട്ടേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. ഈ വെബ്സൈറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മേളിൽ കണ്ട മച്ചന്മാരെ നീല കളറിൽ ഇത് ലോഗിൻ ബട്ടനാണ് കേട്ടോ. അത് തുർക്കി വെബ്സൈറ്റ് ആയതുകൊണ്ട് തുർക്കി ഭാഷ എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ ആ മാർക്ക് ചെയ്തേക്കുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയും മച്ചന്മാരെ. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലെ ലോഡിംഗ് ആയി വരും. ലോഡിംഗ് ആയതിനു ശേഷം ഇതേപോലെ വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ സെലക്ട് ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സെലക്ട് ലാംഗ്വേജ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് താഴോട്ട് നീക്കി വരിക. താഴോട്ട് നീക്കി വരുമ്പോൾ നമുക്കിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാൻ കാണിക്കും മച്ചന്മാരെ. അപ്പോൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുകയാണ്. ഇംഗ്ലീഷ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഏറ്റവും താഴെ കാണാൻ സാധിക്കും 2 ബോക്സ് ഉണ്ട്, യൂസർ നെയിം പാസ്വേഡ് അടിച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും നിങ്ങളുടെ ഒറിജിനൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഈ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യരുത്. ലോഗിൻ ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല. നമ്മളിവിടെ ലോഗിൻ ചെയ്യേണ്ടത് ഒരു ഫേക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ് നമ്മളിവിടെ ലോഗിൻ ചെയ്യേണ്ടത്. ഫേക്ക് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തുകൊണ്ട് നമ്മുടെ ഒറിജിനൽ അക്കൗണ്ടിൽ ഫോളോസ് കിട്ടാം. ഫേക്ക് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിട്ട് ഫോളോസ് കൂട്ടുന്നിടത്ത് വെറും നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് പാസ്വേഡ് ഒന്നും കൊടുക്കേണ്ട, യൂസർ നെയിം മാത്രം കൊടുത്താൽ മതി. അതുകൊണ്ട് നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് സേഫാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫേക്ക് അക്കൗണ്ട് യൂസർ നെയിം ഫസ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്യുകയാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ ഇൻസ്റ്റഗ്രാമിൽ പുതിയൊരു ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക ഈ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടി കേട്ടോ. അപ്പോൾ മച്ചന്മാരെ, ഞാൻ ഫസ്റ്റ് ബോക്സിൽ ഞാൻ എൻ്റെ ഫേക്ക് അക്കൗണ്ട് യൂസർ നെയിം എൻ്റർ ചെയ്ത്, രണ്ടാമത്തെ ബോക്സിൽ ഫേക്ക് അക്കൗണ്ട് പാസ്വേഡ് ഒന്ന് എൻ്റർ ചെയ്യട്ടെ. മച്ചന്മാരെ, അങ്ങനെ ഞാൻ എൻ്റെ ഫേക്ക് അക്കൗണ്ട് യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്ത്, നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഫേക്ക് അക്കൗണ്ട് യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്തിട്ട് ഇവിടെ ലോഗിൻ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. ശേഷം വെയിറ്റ് ചെയ്യാം ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ആവാൻ വേണ്ടി. ഒരു 2 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യുക ലോഗിൻ ആവാൻ. 2 മിനിറ്റ് വേണ്ട, 1 മിനിറ്റ് മതി. അപ്പോൾ മച്ചന്മാരെ, ഇങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അതായത് ഇവരിവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫേക്ക് അക്കൗണ്ട് ഇല്ലേ മച്ചന്മാരെ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇമെയിൽ വെച്ചായിരിക്കുമല്ലോ നമ്മൾ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഇമെയിലിലേക്ക് OTP വരും. ആ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ഇമെയിലിലേക്ക് OTP വരും. ഓക്കെ, അപ്പോൾ ഇതേപോലെ വരുമ്പോൾ ഇവിടെ നിങ്ങളുടെ ഇമെയിൽ കാണിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ടത് അത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ആ ഫേക്ക് അക്കൗണ്ട് ഒരു ഇമെയിൽ വെച്ചായിരിക്കുമല്ലോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു സെക്യൂരിറ്റി കോഡ് ചെല്ലും. ഓക്കെ, അതിനായിട്ട് നമ്മളിവിടെ സെൻഡ് സെക്യൂരിറ്റി കോഡ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു മെയിലിലേക്ക് OTP വരുന്നതാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ റിക്വസ്റ്റിംഗ് കോഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു കൺഫർമേഷൻ കോഡ് എൻ്റർ ചെയ്യാനുള്ളൊരു ബോക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഫേക്ക് അക്കൗണ്ട് ഏത് മെയിൽ ID വെച്ചാണോ ക്രിയേറ്റ് ചെയ്തത് ആ മെയിലിലേക്കായിരിക്കും OTP വരുന്നത്.
മച്ചന്മാരെ എനിക്കങ്ങനെ ആ ഒരു OTP വന്നിട്ടുണ്ട്, ഞാനതവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഒന്നുകൂടെ പറയുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തില്ലേ മച്ചന്മാരെ, അതെന്തായാലും നമ്മളൊരു ഇമെയിൽ ID വെച്ചിട്ടായിരിക്കുമല്ലോ ആ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഫേക്ക് അക്കൗണ്ട് ഈ സൈറ്റിൽ ലോഗിൻ ചെയ്യാൻ നേരത്ത് ആ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത മെയിലിലേക്ക് OTP വരും. ആ OTP എൻ്റർ ചെയ്യുക. ഓക്കെ, അത്ര തന്നെ. ശേഷം നമ്മളിവിടെ കാണുന്ന കൺഫേം എന്നുള്ള പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വെയിറ്റ് ആക്കുക. അങ്ങനെ മച്ചാന്മാരെ ഞാനിവിടെ ഒരു 40 സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ഫേക്ക് അക്കൗണ്ട് ഇവിടെ ലോഗിനായി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ഫോളോവേഴ്സിനെ കൂട്ടാമെന്നുള്ളത് പരിചയപ്പെടാം. ഓക്കെ മച്ചന്മാരെ, അപ്പോൾ ഞാനിവിടെ കുറച്ച് ഭാഗം ബ്ലറാക്കി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഇൻസ്റ്റഗ്രാമിൻ്റെ ലോഗോ അവിടെ കാണിക്കുന്നുണ്ട്, അതാണ് കേട്ടോ ഞാൻ അവിടെ ബ്ലറാക്കിയേക്കുന്നത്. പിന്നെ അതേപോലെ എനിക്ക് ഫോളോവേഴ്സ് വരുന്നതിൻ്റെ പ്രൂഫൊന്നും കാണിക്കാൻ പറ്റില്ല ഈ വീഡിയോയിൽ. കാരണം എന്തെന്നറിയോ, എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും എൻ്റെ ചാനലിലെ, അതുകൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റില്ല. എന്നാൽ ഞാൻ പറയുന്നത് പോലെ കൃത്യമായിട്ട് നിങ്ങൾ പോയി ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ ഫ്രീ ഫോളോവേഴ്സ് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പം എൻ്റെ ചാനൽ ഇപ്പം 40,000 സബ്സ്ക്രൈബും ഇത്രത്തോളം വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ എന്തുകൊണ്ടാണ് ഉണ്ടേന്ന് എന്തു ഞാൻ പറയുന്നത്, ഇത്രയും ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കാരണം ഞാൻ വർക്കിംഗ് ആയിട്ടുള്ള വീഡിയോകൾ ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഫോളോവേഴ്സ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത് കണ്ട മച്ചാന്മാരെ, ഇവിടെ ഫോളോവേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ കണ്ട ഫോളോവേഴ്സ്, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് ഞാനവിടെ ക്ലിക്ക് ചെയ്ത് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, താഴോട്ട് നീക്കി വരിക മച്ചന്മാരെ. താഴോട്ട് നിങ്ങൾ നീക്കി വരിക, ക്ലിക്ക് എന്നൊക്കെ പറയുന്നത്, നീക്കി വരിക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മച്ചന്മാരെ, ഇവിടെ കണ്ടോ ഒരു ബോക്സ് ഉണ്ട്. ഈ ബോക്സിൽ നിങ്ങളുടെ ഒറിജിനൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. അതായത് ഫോളോവേഴ്സിനെ കൂട്ടാൻ പോകുന്ന ഒറിജിനൽ അക്കൗണ്ടിലല്ലേ, അപ്പോൾ ഒറിജിനൽ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, അക്കൗണ്ട് പ്രൈവറ്റ് ആവരുത്, പബ്ലിക് ആയിരിക്കണം. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം, ഫ്ലാഗ് റിവ്യൂ എന്നുള്ള ഒരു ഓപ്ഷൻ ഓഫ് ചെയ്തിരിക്കണം, എന്നാലേ ഫോളോവേഴ്സ് കയറൂ. ഫ്ലാഗ് റിവ്യൂ എങ്ങനെയാണ് ഓഫ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫ്ലാഗ് ഓഫ് എന്നും പറഞ്ഞ് കിട്ടേക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് ഫ്ലാഗ് റിവ്യൂ ഓഫ് ചെയ്തിട്ട് വേണം ഇവിടെ യൂസർ നെയിം കൊടുത്ത് ഫോളോസ് ഓർഡർ ചെയ്യാം. പിന്നെ അക്കൗണ്ട് 2 കാര്യം നിർബന്ധമാണ്. ഒന്ന്, അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം. 2, ഫ്ലാഗ് റിവ്യൂ ഓഫ് ആക്കിയിരിക്കണം. ഫ്ലാഗ് റിവ്യൂ എങ്ങനെയാണ് ഓഫ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം, വീഡിയോയുടെ ലിങ്ക്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എൻ്റെ ഒറിജിനൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് യൂസർ നെയിം ഇവിടെ എൻ്റർ ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് നമ്മൾ എങ്ങും ലോഗിൻ ചെയ്തിട്ടില്ല. നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് 100% സേഫാണ്. വെറും യൂസർ നെയിം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഈ മേളിൽ കാണുന്ന പച്ച ബട്ടൺ, താഴെ കാണുന്ന പച്ച ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോഴത്തേക്ക് നമ്മൾ ലോഡായിട്ട് ഇങ്ങനത്തെ ഒരു പേജിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, താപ്പോട്ട് നീക്കി വരിക. താപ്പോട്ട് നീക്കി വരുമ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ താപ്പോട്ട് നീക്കി വന്നാൽ നമുക്ക് 50 ഫോളോവറാണ് 1 ക്ലിക്ക് കിട്ടുന്നത്. അതിനായിട്ട് നമ്മളിവിടെ താഴെ കാണുന്ന സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് എന്നുള്ള പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ താഴോട്ട് നീക്കി കഴിഞ്ഞാൽ ഇവിടെ ടൈമർ ഓടുന്ന കാണാൻ സാധിക്കും. മച്ചന്മാരുതാണ്ട ഈ ഒരു ഈ ടൈമർ 0 ആകുമ്പോഴത്തേക്കും കൃത്യം 50 ഫോളോവേഴ്സ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ കയറുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഫോളോസ് കൂട്ടാം. ഓക്കെ, പിന്നെ ഇതിൽ ലോഗിൻ ചെയ്ത ഫേക്ക് അക്കൗണ്ട് എങ്ങനെ ലോഗൗട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മേളിൽ നമ്മുടെ ഫേക്ക് അക്കൗണ്ടിൻ്റെ പേര് എഴുതിയിട്ടുണ്ടാവും. കണ്ടോ, ഫേക്ക് അക്കൗണ്ടിൻ്റെ പേര് എഴുതിയിട്ടുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫേക്ക് അക്കൗണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ലോഗൗട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ ഇപ്പോൾ താണ്ട 11 ഫോളോവർ കയറിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിതെടുത്ത് ഇൻസ്റ്റാഗ്രാം എടുത്ത് പ്രൂഫ് കാണിക്കണമെന്നുണ്ട്, പക്ഷേ എന്താണെന്നറിയോ, കോപ്പിറൈറ്റ് വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേറെ ഡൗട്ട് കാണും, ഇപ്പം നമ്മൾ ഒരു ഫേക്ക് അക്കൗണ്ട് വെച്ച് ഈ വെബ്സൈറ്റിൽ നിന്ന് ഫോളോസ് കൂട്ടിയാൽ പിന്നെ എപ്പോഴാണ് കൂട്ടാൻ പറ്റുക? 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെയും കൂട്ടാവുന്നതാണ്. അഥവാ നിങ്ങൾക്ക് അപ്പം തന്നെ പിന്നെയും കൂട്ടണമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു ഫേക്ക് അക്കൗണ്ട് വെച്ചിട്ട് ലോഗിൻ ചെയ്ത് ഒരു വട്ടം ഫോളോസ് കിട്ടുക, പിന്നെ അടുത്ത ഫേക്ക് അക്കൗണ്ട് അപ്പം തന്നെ ക്രിയേറ്റ് ചെയ്ത് അതും അപ്പം തന്നെ ലോഗിൻ ചെയ്ത് അപ്പം തന്നെ ഫോളോസ് കിട്ടുന്നതാണ്. ഒരു ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്ത് ഒരു വട്ടം ഫോളോസ് കൂട്ടിയാൽ പിന്നെ ആ സെയിം ഫേക്ക് അക്കൗണ്ട് വെച്ച് ഒന്നുകൂടെ ഫോളോസ് കൂട്ടണമെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ഫേക്ക് അക്കൗണ്ട് അങ്ങനെ ലോഗൗട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മേളിൽ നമ്മുടെ ഫേക്ക് അക്കൗണ്ട് നെയിം എഴുതിയിട്ടുണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്താൽ ഈ ലാസ്റ്റത്തെ കാണുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഫേക്ക് അക്കൗണ്ട് നമുക്ക് ലോഗൗട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ തുർക്കി ഭാഷയിലാണ് എഴുതിയേക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മച്ചന്മാരെ, നിങ്ങൾക്ക് ആ ഫ്രീ ഫോളോസ് കിട്ടുന്ന വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു പേജിലേക്കാണ് വരുന്നത്. അപ്പം മെയിൻ വെബ്സൈറ്റിലേക്ക് പോകണമെങ്കിൽ ഇതാണ്ട് ഈ ഒരു വെബ്സൈറ്റ് അൺലോക്ക് ചെയ്യണം. കണ്ട, അൺലോക്ക് വെബ്സൈറ്റ്. ഈ അൺലോക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ മേളിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് ഇത് അൺലോക്ക് ചെയ്തിട്ട് ഒഫീഷ്യൽ സൈറ്റിൽ കയറി ഞാൻ പറഞ്ഞ പോലെ ട്രിക്ക് ചെയ്ത ഫോളോസ് കയറുന്നതാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാൻ മച്ചന്മാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ നോക്കട്ടെ, അടുത്ത ഫോളോസ് കിട്ടുന്ന സൈറ്റ് നോക്കട്ടെ, എന്നിട്ട് അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്തിടാവുന്നതാണ്. അപ്പോൾ ബൈ മച്ചന്മാരെ.